guys, welcome back to another episode of collegemunshi.com. അപ്പോൾ ഇന്നത്തെ വീഡിയോ +2 കഴിഞ്ഞ് BCA പോലൊരു കോഴ്സ് എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കറിയാം കുറേ അധികം സ്റ്റുഡൻസ് ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഫീൽഡാണ് BCA. എന്തുകൊണ്ടായിരിക്കും കുറേ ആൾക്കാർ BCA ചൂസ് ചെയ്യുന്നത്? നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്യൂച്ചറിൽ ഏറ്റവും കൂടുതൽ സ്കോപ്പും ഓപ്പർച്യൂണിറ്റീസും ഒക്കെ വരാൻ പോകുന്ന ഒരു ഫീൽഡാണ് BCA. അപ്പോൾ ഒരു ഇൻഡസ്ട്രി ഓറിയന്റഡ് കോഴ്സ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു കോഴ്സ് നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഏത് കോളേജിലാണ് നമ്മൾ അഡ്മിഷൻ എടുക്കുന്നത്, അതേപോലെ തന്നെ ആ കോളേജിന്റെ സർട്ടിഫിക്കറ്റ് വാല്യൂ എന്താണ്, ഈ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. സോ നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്ന കോളേജ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതേപോലെ തന്നെ BCAയിൽ നമ്മൾ എടുക്കാൻ പോകുന്ന സ്പെഷ്യലൈസേഷനും വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അധികം ആളുകളും BCA എന്നുള്ളൊരു കോഴ്സ് എടുക്കാൻ വേണ്ടി കേരളത്തിന് പുറത്തായിരിക്കും ചൂസ് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ അവിടെ ആയിരിക്കും നിങ്ങൾക്ക് കൂടുതൽ എക്സ്പോഷർ, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, ഇന്റേൺഷിപ്സ്, ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡഡ് ആയിട്ടുണ്ടാവുക. എന്നാൽ ഇനി നിങ്ങൾ ആരും അതോർത്ത് ടെൻഷൻ എടുക്കേണ്ട. നമ്മുടെ കേരളത്തിൽ നിന്നുകൊണ്ട് തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നിങ്ങൾക്ക് BCA എടുക്കാം. നമ്മുടെ കൊച്ചിയിലുള്ള ചിന്മയ വിശ്വവിദ്യാപീഠത്തിൽ BCA 2025 അഡ്മിഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ BCA കോഴ്സിന് AICTE അപ്രൂവലും കിട്ടിയിട്ടുണ്ട്. പോരാത്തതിന് നോർമലി എല്ലാ കോളേജസിലും BCA എടുക്കണമെങ്കിൽ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസിന് മാത്രമേ പറ്റുള്ളൂ. എന്നാൽ നമ്മുടെ ചിന്മയിൽ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസിന് മാത്രമല്ല, കൊമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസിനാണെങ്കിലും BCA പ്രോഗ്രാം ചൂസ് ചെയ്യാൻ പറ്റും. എങ്ങനെയെന്നല്ലേ, ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന ബ്രിഡ്ജ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് BCAക്ക് അഡ്മിഷൻ എടുക്കാം. ഇനി നമ്മുടെ ചിന്മയിൽ BCAക്ക് ഹോണേഴ്സ് ഡിഗ്രിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ 3 ഇയർ റെഗുലർ ഡിഗ്രീൻ്റെ ഒപ്പം ഒരു 1 ഇയർ കൂടി നിങ്ങൾ എക്സ്ട്രാ ഓപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോണേഴ്സ് ഡിഗ്രി കിട്ടും. ഇത് തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഹോണേഴ്സ് ഡിഗ്രി ഓപ്റ്റ് ചെയ്താൽ മതി. ഇനി ചിന്മയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ +2ൽ മിനിമം 50% മാർക്ക് മാത്രം മതി. ഇനി നിങ്ങൾ റിസർവ്ഡ് കാറ്റഗറിയിൽ പെടുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ മിനിമം 45% മാർക്ക് മതി. പുതിയ ട്രെൻഡ്സ് ആൻഡ് ടെക്നോളജീസ് മനസ്സിലാക്കിയാണ് ഇവിടെ BCAക്ക് ഓരോ സ്പെഷ്യലൈസേഷനും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ പോകുന്ന ജോലി സാധ്യതകളും വളരെ കൂടുതലാണ്. ഇവിടെ BCAയിൽ പ്രൊവൈഡ് ചെയ്യുന്ന സ്പെഷ്യലൈസേഷൻസ് ആണ് BCA in Artificial Intelligence and Data Science, BCA in Cloud Computing and Cyber Security, BCA in Artificial Intelligence and DevOps, BCA in Artificial Intelligence and Robotics, BCA in Cyber Security and Digital Forensics. ബെസ്റ്റ് ഫാക്കൽറ്റീസിൻ്റെ ഗൈഡൻസിലായിരിക്കും നിങ്ങൾ ഈ കോഴ്സുകളെല്ലാം പഠിക്കാൻ പോകുന്നത്. ഇനി നെക്സ്റ്റ് BCA കോഴ്സ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പഠിക്കാൻ പോകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്നാണ്. ഇതൊന്നും പ്രൊവൈഡ് ചെയ്യാത്തൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ നിങ്ങൾ പഠിച്ചിറങ്ങിയതിന് ശേഷം ഇന്റേൺഷിപ്പിനായാലും പ്ലേസ്മെന്റിനായാലും കിടന്ന് അലയേണ്ടി വരും. സോ ചിന്മയ പോലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യം വരില്ല. കാരണം ചിന്മയയിൽ ഇതെല്ലാം പ്രൊവൈഡഡ് ആണ്. നമ്മുടെ ചിന്മയ്ക്ക് TCS, IBM, അദാനി പോർട്സ് ആൻഡ് ലോജിസ്റ്റിക്സ് പോലുള്ള ബിഗ് കമ്പനീസുമായിട്ടാണ് ടൈപ്പ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്റേൺഷിപ്പിന്റെ കാര്യത്തിലാണെങ്കിലും പ്ലേസ്മെന്റിന്റെ കാര്യത്തിലാണെങ്കിലും ഒന്നും ആലോചിച്ച് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത്രയും ഫെസിലിറ്റീസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു കോളേജ് നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ ചിന്മയ വിശ്വവിദ്യാപീഠത്തിൽ BCA 2025 അഡ്മിഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. ടൈം ആരും കളയണ്ട, എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക. പ്രീ ബുക്കിംഗ്സ്, അഡ്മിഷൻ പ്രൊസീജിയേഴ്സ്, കൂടുതൽ ഡീറ്റെയിൽസിനായി കോൺടാക്ട് us.